ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് മോളിയാണ്. അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തി, പൊറോട്ട, പാലപ്പം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇത് എങ്ങനെ ഉണ്ടാക്കും നമുക്ക് കാണാം. ഫിഷ് മോളി ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ഫിഷാണ്. ഇതിലേക്ക് നമുക്ക് മസാലകൾ പിടിപ്പിക്കണം. അതിന് ക്രഷ് ചെയ്ത കുരുമുളക് പൊടി, ക്രഷ് ചെയ്തതായിരിക്കണം, നമ്മളൊന്ന് ചതച്ചെടുത്ത കുരുമുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചി 1 ടീസ്പൂൺ വീതം ഇഞ്ചി ചേർത്തു. വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, നാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി 1 ടീസ്പൂൺ. ഞാനിവിടെ വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി ഇത് അരമണിക്കൂർ സമയത്തേക്ക് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് കുറച്ച് താമസിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാവുന്നതാണ്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഓരോന്നായി നമുക്കിതിലേക്ക് വയ്ക്കാം. ബാക്കിയുള്ള മസാലകൾ അതിൻ്റെ മീതെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ മീതെ ഇതൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. 3 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് മറിച്ചിടാം. 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് മറിച്ചിടാം. ഇനി ഒരു 3 മിനിറ്റും കൂടി ഒന്ന് ഫ്രൈ ആക്കാം. മീനിൻ്റെ 2 വശവും ഫ്രൈ ആയിട്ടുണ്ട്. ഒരുപാടൊന്നും ഫ്രൈ ആവണ്ട, നമുക്ക് ഒന്നുകൂടി വേവിക്കാനുള്ളതാണ്. ഇത് നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇനി മീൻ വറുത്ത വെളിച്ചെണ്ണ ഞാൻ വേറൊരു പാനിലേക്ക് ഒഴിക്കുകയാണ്. നാല് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ ഒഴിച്ചത്. അതിനകത്ത് ആവശ്യത്തിനുള്ള എണ്ണയുണ്ട്. നിങ്ങൾക്ക് എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ 3 കഷ്ണം പട്ട ചേർക്കുന്നുണ്ട്, 5 ഗ്രാമ്പു, 4 ഏലക്കായ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഇനി ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞ്, 1 സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, ഇനി ഒരു 4 പച്ചമുളക് അരിഞ്ഞത്. നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല, പച്ചമുളകിൻ്റെ എരിവാണ് കറിക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള സവാളയാണ്. ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്,
ഇതിലേക്ക് ഉപ്പ് ചേർക്കാം, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. ഗോൾഡൻ കളറൊന്നും ആവണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പച്ച മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2ാം പാൽ ചേർക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആണ് നമ്മളിത് 2ാം പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീനുണ്ടല്ലോ, ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഓരോന്ന് ഇതിലേക്ക് ചേർക്കാം. തേങ്ങാപ്പാലിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണം ഇത് ചേർക്കാനായിട്ട്. അത്രയും പാൽ ഇതിന് വേണം. ഇനി ഇതിൻ്റെ മീതെ ഒരു തക്കാളി കട്ട് ചെയ്തത് നമുക്കിതിലേക്ക് വയ്ക്കാം. തക്കാളി വഴറ്റൊന്നും വേണ്ട, ഇങ്ങനെ ഇട്ടാൽ മതി. ഒരു 5 മിനിറ്റ് സമയത്തേക്ക് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. 2ാം പാൽ ഒഴിച്ച് ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1ാം പാൽ ചേർക്കാം. ഞാനിവിടെ തേങ്ങ എത്ര ചേർത്തതെന്ന് പറഞ്ഞില്ല. 2 കപ്പ് തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തതാണിത്. ഇനി ഇതിലേക്ക് 1ാം പാൽ ചേർക്കുവാണ്. ഒന്നാം പാൽ ചേർത്ത് ഒരുപാട് നേരം ഒന്ന് തിളപ്പിക്കണ്ട. ഇങ്ങനെയൊന്ന് ചിറ്റിച്ച് കൊടുക്കുന്നതാണ് നല്ലത്. ആ മീൻ പൊടിഞ്ഞു പോവാതിരിക്കും. കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ കറി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇരുന്ന് ഒന്നുകൂടി കുറുകും. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ഫിഷ് മോളിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് മോളിയുടെ റെസിപ്പിയാണിത്. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും കൂടി നിങ്ങൾ മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.